സാധാരണഗതിയിൽ ചെയ്യാൻ പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് സിറം ക്രിയാറ്റിനിൻ എന്നൊരു ടെസ്റ്റാണ്. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് വൃക്കയുടെ പ്രവർത്തനം അളക്കുന്നതിനുള്ള ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിൻ. നോർമൽ എന്ന് പറയുന്നത് 0.7 തൊട്ട് 1 വരെയാണ് നോർമൽ വരുന്നത്. ക്രിയാറ്റിൻ സാധാരണഗതിയിൽ നോർമൽ തന്നെ ആയിരിക്കും. അത് കൂടി വരുന്നത് വൃക്കരോഗം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ്. രണ്ടെന്ന് പറയുന്നത് മൂത്രം ടെസ്റ്റ് എന്ന് പറയും. യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മൂത്രത്തിൽ പതയുണ്ട്, അതായത് മൂത്രത്തിൽ ആൽബുനുണ്ട്, പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കും, RBC റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടോ എന്ന് നോക്കും, പഴുപ്പുണ്ടോ എന്ന് നോക്കും. ഇതിൽ പ്രോട്ടീനോ RBC ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൃക്കരോഗം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഈ 2 ടെസ്റ്റുകളെന്ന് പറയുന്നത് ഇന്ന് എല്ലായിടത്തും നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ലാബുകളിലും എല്ലായിടത്തും കിട്ടുന്ന ടെസ്റ്റുകളാണ് ഈ 2 ടെസ്റ്റുകൾ. പിന്നെ ഉള്ളത് വയറിൻ്റെ സ്കാൻ, അൾട്രാസൗണ്ട് അബ്ഡമൻ ചെയ്ത് നോക്കുമ്പോൾ വൃക്കയ്ക്ക് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അറിയാൻ പറ്റും. സാധാരണഗതിയിൽ ഈ 3 ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വൃക്കയ്ക്ക് അസുഖം ഇതെല്ലാം നോർമലാണെങ്കിൽ സാധാരണഗതിയിൽ വൃക്കയ്ക്ക് അസുഖമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ വേറെ പല ഹിസ്റ്ററിയൊക്കെ എടുത്ത് വേറെ പല രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും.